എല്ലാം നന്നായി പോകുമ്പോൾ ആറ്റിറ്റ്യൂഡ് സ്വഭാവമൊക്കെ നന്നാവാൻ ഇച്ചിരി എളുപ്പമാണ്. സഹനത്തിൻ്റെ കാര്യം വരുമ്പോൾ എന്താണ് ഈശോയുടെ ആറ്റിറ്റ്യൂഡ്? ഈശോ സഹനം എങ്ങനെയാണ് സ്വീകരിച്ചത്? സഹനത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിച്ചത്? ഈ ഓശാന ഞായറാഴ്ച അല്ലേ, നോമ്പുകാലമൊക്കെ അല്ലേ, ഓശാന ഞായറാഴ്ച എല്ലാവരും ഹൊസാന ഹൊസാന. എന്തായിരുന്നു ഈശോയ്ക്ക് സ്വീകരണം അല്ലേ? ഡ്രസ്സ് വിരിക്കുന്നു, കുരുത്തോല വീശുന്നു. ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ്, സഹിക്കാനായിട്ട് പ്രവേശിക്കുകയാണ്. എന്താ ഒരു പ്രവേശനം! നമുക്കിങ്ങനെ പറ്റുമോ സഹനത്തിലേക്ക് വളരെ ഗ്രാൻഡായിട്ട് പ്രവേശിക്കാൻ? അല്ലേ, നമുക്കറിയാം ഇന്ന സഹനം വരാൻ പോവാ, അന്ന് അതിലേക്ക് ആഘോഷമായിട്ടൊന്ന് പ്രവേശിക്കാൻ പറ്റുമോ? സഹനം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സ്പീഡിൽ നേരെ ഓപ്പോസിറ്റ്. സഹനം ശുദ്ധീകരിക്കുന്നതാണെന്ന് ഈശോയ്ക്ക് അറിയായിരുന്നു. അതുകൊണ്ട് സഹനത്തിലേക്ക് ഗ്രാൻഡായിട്ടാണ് പ്രവേശിച്ചത് ഈശോയുടെ ആറ്റിറ്റ്യൂഡ്. വേറെ ഏതെങ്കിലും ആറ്റിറ്റ്യൂഡ്? ഈശോ ഇങ്ങനെ പറയത്തില്ലേ, ഒരു വേഴ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനിങ്ങനെ സഹിക്കും, ഇങ്ങനൊക്കെ കടന്നു പോകേണ്ടി വരും. അപ്പൊ പത്രോസ് പീഡാനുഭവ പ്രവചനം ഈശോ ഇങ്ങനെ പറയാണ്, ഇങ്ങനെ സഹിക്കും. അപ്പൊ പത്രോസ് എടുത്ത വഴിക്ക് ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. സഹനം വേണ്ട നമുക്ക്. അയ്യോ ഈശോയ്ക്കാ. അപ്പൊ ഈശോയുടെ മനോഭാവം എന്തായിരുന്നു? ഈശോ ഉടനെ വിളിക്കുന്ന ആളെ സാത്താനെ ദൂരെ പോകാൻ. സഹനം വേണ്ടെന്ന് പറയുന്നവരെ ഈശോ വിളിക്കുന്ന പേരാണ് സാത്താനെ ദൂരെ പോവുക. നീ എനിക്ക് പ്രതിബന്ധാണ്. ശുദ്ധീകരണം നടക്കില്ല. അപ്പൊ രക്ഷാകര സഹനം കൈ നീട്ടി സ്വീകരിക്കണം. നശീകരണ സഹനം വേണ്ട. ദുഷ്ടാരൂപികളെ ഇടപെട്ടിട്ട് ചില നശീകരണ സഹനങ്ങൾ ഉണ്ടാവും. പക്ഷേ സഹനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന രീതി, സഹനം വരിക എന്നറിഞ്ഞിട്ട് ആ സഹനത്തിൻ്റെ അടുത്തേക്ക് ആഘോഷമായി പ്രവേശിക്കുക. ഇതിൻ്റെ ഒരു റെഫറൻസ് ആണ് നേരത്തെ പറഞ്ഞ CCCയുടെ ഭാഗത്തിൻ്റെ അവസാനമാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. 1505 1505 അതിലിങ്ങനെ പറയുന്നുണ്ട്, പാപത്തിന്റെ ഒരു പരിണിത ഫലമാണല്ലോ രോഗം. ക്രിസ്തു തന്റെ പീഡാസഹനവും കുരിശുമരണവും വഴി സഹനത്തിന് പുതിയൊരു അർത്ഥം നൽകി. അതുമുതൽ നമ്മെ അവിടുത്തോട് അനുരൂപപ്പെടുത്താനും അവിടുത്തെ രക്ഷാകരമായ പീഡാസഹനത്തോട് ഐക്യപ്പെടുത്താനും അതിന് കഴിയും. ഇപ്പൊ നേരത്തെ നമ്മൾ ഈശോയുടെ പേഴ്സണാലിറ്റിനെ പറ്റിയിട്ട് പറഞ്ഞു. ഈശോയുടെ പേഴ്സണാലിറ്റിയോട് നമ്മുടെ പേഴ്സണാലിറ്റി അനുരൂപപ്പെടണമെങ്കിൽ സഹനത്തിൽ കൂടെ കടന്നു പോകണം. സഹനം ഇസ് ഗുഡ്. സഹനം എന്ന് പറഞ്ഞിട്ട് പേടിച്ച് ഓടുമ്പോൾ വി ആർ മിസ്സിങ് സോ മെനി ഗുഡ് തിങ്സ്. അപ്പോൾ ഈശോയുടെ പേഴ്സണാലിറ്റിയുടെ പോലെ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ആവണമെങ്കിൽ ഈശോ നടന്ന വഴി ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിൽ കൂടെ നടക്കണം. ഈശോ സഹനത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിച്ചത്, ഈശോ സഹനത്തിന് എങ്ങനെയാണ് നേരിട്ട്, എങ്ങനെയാണ് അതിൽ കൂടെ കടന്നുപോയി മരിച്ച് ഉത്ഥാനം ചെയ്തത്, എങ്ങനെ മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്തു. ഈശോയുടെ പിന്നാലെ പോവാന്ന് ചിലർ പറയുന്നതായിട്ടുണ്ട്. ഈശോയുടെ പിന്നാലെ പോകണ്ട, ഒക്കെ സഹനമായിരിക്കും. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈശോയുടെ പിന്നാലെ സഹനം മാത്രമല്ല, സഹനത്തിൽ കൂടെ പീഡാനുഭവത്തിൽ കൂടെ പോയി മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്യുന്നു. ഉത്ഥാനം വരെ എത്താനുള്ള പേഷ്യൻസ് ഇല്ല അല്ലേ? സഹനം വരെ എത്തുമ്പോഴേക്കും ക്രിസ്ത്യൻ ലൈഫിൻ്റെ എൻഡ് ഗുഡ് ഫ്രൈഡേ അല്ല, ദുഃഖവെള്ളി അല്ല. ദുഃഖവെള്ളി കഴിഞ്ഞ് ദുഃഖശനി, ഈസ്റ്റർ സൺഡേ. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ജീവിതം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഈസ്റ്റർ സൺഡേ, ഈസ്റ്റർ പീപ്പിളായിട്ട് ജീവിക്കുമ്പോൾ ആണ് ആൾക്കാർക്ക് സഹനം എടുക്കാനുള്ള മോട്ടിവേഷൻ വരിക. നമ്മൾ ദുഃഖവെള്ളിയാഴ്ച ആൾക്കാർ പോലും, അപ്പോൾ ആൾക്കാർ എന്ത് ജീവിതം? വി ഷുഡ് ലിവ് ആസ് ഈസ്റ്റർ പീപ്പിൾ. ദെൻ പീപ്പിൾ വിൽ ആസ്ക്, അതെങ്ങനെയായി? അപ്പോൾ നമ്മൾ പറയാം നന്നായി ജീവിക്കുക, എന്നിട്ട് ഇച്ചിരി സഹനം ഉണ്ടാവും. ഒരു ഗുഡ് ഫ്രൈഡേ ഹോളി സാറ്റർഡേ കഴിയുമ്പോൾ പിന്നെ ഈസ്റ്ററായി. അപ്പം നമ്മൾ ഈസ്റ്റർ പീപ്പിൾ, അങ്ങനെ ഉത്ഥാനത്തിൻ്റെ ആൾക്കാരായി ആ ജോയ് ഓഫ് ക്രിസ്ത്യൻ അതിൽ ജീവിക്കുന്ന കാണുമ്പോഴാണ് ആൾക്കാർക്ക് സഹനത്തിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിട്ട് ഇങ്ങനെയും ഒരു സ്റ്റേജ് എത്തൂലേ. അധികം ആൾക്കാർ ഈ ദുഃഖവെള്ളി അങ്ങോട്ട് പാസ് ചെയ്ത് ദുഃഖശനി പാസ് ചെയ്ത് ഈസ്റ്റർ സൺഡേ എത്തുന്നില്ല. അതാണ് മാതൃകയുടെ ഒരു പ്രശ്നം.
ഇപ്പം എനിക്കൊരു സഹനമില്ലാത്ത സമയത്ത് ഞാൻ അത് പറയണമെങ്കിൽ എന്താ കുഴപ്പം, നല്ല സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ ഉത്ഥാനത്തിനെ പറ്റി പറഞ്ഞ് ഉത്ഥാനത്തിൻ്റെ ഫലമായ സമാധാനവും ആനന്ദമൊക്കെ അനുഭവിച്ചിട്ട് പറയുമ്പോൾ ആൾക്കാർ ഇതിലെന്തോ ഉണ്ടല്ലോ. സഹനത്തിൽ കൂടെ നന്നായി കടന്നു പോയി ആ ആനന്ദത്തിൽ ജീവിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയവർ കുറച്ച് പേരെ കാണുള്ളൂ. പകുതി പേരും കൊഴിഞ്ഞു പോവുക. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാവണം? കൊഴിഞ്ഞു പോണവരാവണം. നല്ല സഹനം കൈനീട്ടി സ്വീകരിക്കുക, അതിൽ കൂടെ ധീരമായി കടന്നു പോവുക. ഈസ്റ്റർ സൺഡേ വരെ എത്തി. വെറുതെ ഇങ്ങനെ പുറമിച്ചിരിക്കാനല്ല, ഉള്ളിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം നിറഞ്ഞ് അത് നമ്മുടെ പുറത്തേക്ക് പ്രസരിക്കണം. ഉള്ളിൽ ആനന്ദം നിറഞ്ഞ് പുറത്തേക്ക് പ്രസരിക്കുന്നത് തടയാൻ ആർക്കും പറ്റില്ല. വെറുതെ ഒരു പ്ലാസ്റ്റിക് സ്മൈൽ ഫിറ്റ് ചെയ്ത് നടന്ന് കുറച്ച് കഴിയുമ്പോൾ അത് പോവും അല്ലേ? സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ ഭയങ്കര ജോയ്, എന്തൊരു സന്തോഷമുള്ളൊരു സീൻ അഭിനയിച്ച് കഴിഞ്ഞ് തിരിച്ചു വന്ന് ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യുന്നവരുണ്ട്. സഹനത്തിന് മുമ്പുള്ള സന്തോഷവും സഹനത്തിൽ കൂടെ കടന്നു പോയി അതിനെ അതിജീവിച്ച് അതിൽ കൂടെ നന്നായി കടന്നു പോകണം, എന്നിട്ട് വരുന്ന ഒരു ആനന്ദവും തമ്മിൽ വ്യത്യാസമുണ്ട്. സഹനത്തിൽ മാറ്റുരച്ച് നോക്കിയ ആ തിളക്കം സഹനത്തിന് മുമ്പുള്ള തിളക്കത്തേക്കാൾ ബ്രൈറ്റായിരിക്കും സഹനത്തിൽ കൂടെ നന്നായി കടന്നു പോയി വരുന്ന ഒരു തിളക്കം. അങ്ങനെയുള്ളവർക്കേ വാ തുറന്ന് ഗുഡ് ന്യൂസ് പറയാൻ പറ്റുള്ളൂ. ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ പറ്റും. സുവിശേഷം എന്ന് വെച്ചാൽ എന്താ? ഗുഡ് ന്യൂസ്. ഇങ്ങനെ പിടിച്ചിട്ടാണോ ഗുഡ് ന്യൂസ് പറയാം? നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ന്യൂസ്. നല്ല വിശേഷം, നല്ല ന്യൂസാ. അപ്പോൾ സഹനത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ള തിളക്കം വേണോ? മറ്റേതൊരു വലിയ സുഖമില്ലാത്ത തിളക്കം. അപ്പോൾ സഹനത്തിൽ കൂടെ നന്നായി കടന്നു പോയി ഉത്ഥാനത്തിൻ്റെ അനുഭവമുള്ളവർക്ക് ഒരു തരം വിജയം അവർക്ക് കിട്ടും. ഒന്നിനും ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തൊരു വിജയം. അതാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ വിജയം വരിക്കുന്നവന് ഇത് അത്. അപ്പോൾ ആ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം ഇവിടെ വെച്ചിട്ട് തന്നെ പറ്റും. ക്രിസ്തുവിൻ്റെ പ്രകാശമുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം. എങ്ങനെ കിട്ടുക? ദൈവവചനം ധ്യാനിച്ച് നമ്മുടെ ബുദ്ധിയിൽ, യുക്തിയിൽ ഒക്കെ ദൈവത്തിൻ്റെ പ്രകാശം നിറഞ്ഞ് നമ്മുടെ ഇച്ഛയിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നിറഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം ഫലമണിയും. സ്ട്രീം സൈഡ് റൂട്ടിങ്, ആറ്റുതീരത്ത് നടപ്പെട്ട, ആറ്റുതീരത്ത് വേരൂന്നിയ വൃക്ഷം എല്ലാ കാലത്തും ഫലം പുറപ്പെടുവിക്കുന്നു. എന്ത് ചെയ്താലും പൂവണിയും, എന്ത് ചെയ്താലും ഫുൾഫിൽഡ്. നമുക്കൊരു ഫുൾഫിൽമെൻറ്റിൻ്റെ ഒരു സംതൃപ്തി, ആത്മസംതൃപ്തി കിട്ടും. വി വിൽ ബി ഫുള്ളി അലൈവ്. സജീവനായ മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വം. അപ്പോൾ കൂടുതൽ ലോജിക്ക് നിങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് കിട്ടട്ടെ. ഈശോയുടെ മനോഭാവം, ഈശോയുടെ സ്വഭാവം പഠിച്ച് ബുദ്ധിയിൽ, ലോജിക്കിൽ ദൈവത്തിൻ്റെ പ്രകാശം നിറയട്ടെ. അത് ലോകം മുഴുവനും പ്രകാശിക്കട്ടെ. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. വേറൊരു സ്ഥലത്ത് പറഞ്ഞ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നമ്മൾ കത്തി നിൽക്കട്ടെ, കത്തി നിന്ന് അതിൻ്റെ പ്രകാശം ലോകം മുഴുവനും പരക്കട്ടെ. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് തുടങ്ങിയേ? എല്ലാതരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകിയ കുറേ ആൾക്കാരുള്ളപ്പോൾ നമ്മൾ ഇങ്ങനൊരു മാതൃക കാണിക്കണം. എന്ത്? വിശുദ്ധിയിൽ ആവേശത്തോടെ മുഴുകുന്ന ഒരു ജനത പൊട്ടിപ്പുറപ്പെടട്ടെ. വിശുദ്ധിയുടെ പ്രകാശത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു കൊച്ചു ജനത പൊട്ടിപ്പുറപ്പെടട്ടെ. വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ദാഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർ ഈ അശുദ്ധിയിൽ ജീവിക്കുന്നവർ നോക്കി അയ്യോ പൊത്തെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ കുറച്ച് പേര്
ദൈവവചനത്തിൻ്റെ പ്രകാശത്തിൽ, വിശുദ്ധിയുടെ പ്രകാശത്തിൽ ജീവിച്ച് ജ്വലിച്ച് നിൽക്കുമ്പോൾ ആൾക്കാർക്കും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കൊക്കെ എന്ത് തോന്നണം? വിശുദ്ധിയിൽ ആവേശത്തോടെ മുഴുകാനുള്ള ഒരു പുഷ് പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് സംഭവിക്കട്ടെ. എല്ലാവരും വിശുദ്ധിയിൽ ആവേശത്തോടെ മുഴുകട്ടെ. Reign the Holy Ruach, Lord. Reign forevermore.